വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനെൻ്റെ 4ാം ക്ലാസ് വരെ പഠിച്ചത് ഇവിടെയാണ് ട്ടോ. നാളിയാനി സ്കൂളിൽ. ഈ വഴിയാണ് കുളമാവ് ഡാമിലേക്ക് കയറി പോകുന്നത്. കുളമാവ് ഡാമിലേക്ക് കയറി പോകുന്ന വഴിക്ക് 2 സൈഡും ഭയങ്കര വനമാണ്. അപ്പോൾ ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് മഞ്ഞൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഞങ്ങൾ കറക്റ്റ് ഒരു ചെറിയ മഴയൊക്കെ ഉള്ള സമയത്താണ് അങ്ങോട്ടൊന്ന് പോയത്. ഞങ്ങളുടെ നാടിനെ അപേക്ഷിച്ച് തൊട്ടടുത്താണെങ്കിലും ഇവിടെ നല്ല രീതിയിൽ തണുപ്പാണ്. ചെറിയ മഴയൊക്കെ പെയ്താലും മഞ്ഞിറങ്ങും, അതുപോലെ തന്നെ കോട ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ സ്ഥലം കാണാനും അതുപോലെ തന്നെ ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ മൊത്തത്തിൽ തണുപ്പായിരിക്കും. എനിക്കിവിടുന്ന് വൈകുന്നേരം ചായ കുടിക്കാൻ പോകുന്ന സ്വഭാവമൊന്നുമില്ല. എൻ്റെ കൂടുതലുള്ള എൻ്റെ കസിൻസൊക്കെ ഡെയിലി ചായ കുടിക്കാനൊക്കെ ആയിട്ട് പോകുന്നതായതുകൊണ്ട് അവന്മാർക്ക് ഈ വഴിയൊക്കെ പോയി നല്ല പരിചയമാണ്. ഉടിൽ വന്ന വഴിയാണ് പലതും. അതുകൊണ്ട് തന്നെ ചില വഴികളിൽ ഈ പറയുന്ന പോലെ ടാറ് ഉണ്ടാവില്ല. ഈ കാണുന്ന വഴിയൊക്കെയാണ്. ഇവിടെ ടാറൊന്നും ഇട്ടില്ല. ഉടിൽ വന്നിട്ട് താഴേക്കൊരു ഭയങ്കര ഗർത്തായിട്ട് ഇരിക്കുക. മുകളിലൊക്കെ ഉരുൾ വന്നതിൻ്റെ രീതിയിലുള്ള കല്ലുകളും അതേപോലെ തന്നെ വലിയ വലിയ പാറകളൊക്കെ ഉരുണ്ട് വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം ഈ വഴി കയറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് മൊത്തം ടാറിട്ട റോഡാണ്. അതേപോലെ തന്നെ മഞ്ഞൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. ഞങ്ങൾ 3 പേരാണ് അന്ന് ആക്ച്വലി പോയത്. ഞാനും ജിജോപ്പനും കണ്ണനും പിന്നിലും. പെട്ടെന്നെടുത്ത് തീരുമാനമായതുകൊണ്ട് അധികം എവിടെ പോകണം എന്ത് ചെയ്യണമെന്നൊന്നും എനിക്ക് വലിയ നിശ്ചയം ഉണ്ടായില്ല. പിന്നെ ഇവരെപ്പോഴും പോകുന്നതായതുകൊണ്ട് ഇവർ പോയ ഒരു സ്ഥലത്ത് പോയി ചായ കുടിക്കാം എന്നുള്ള രീതിയിലാണ് പോയത്. പോകുന്ന വഴി പാട്ടൊക്കെ ഇട്ട് സ്ഥലമൊക്കെ കണ്ട് അങ്ങനെ സന്തോഷമായിട്ട് പോകാന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ആദ്യം ചെന്നപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വഴിയിൽ. പക്ഷെ അങ്ങനെ വണ്ടിക്ക് പോകാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പക്ഷെ 2 സൈഡ് കോടയൊക്കെ തെങ്ങി നിറഞ്ഞ് ഇങ്ങനെ കാട് നിൽക്കുന്ന കാണാൻ വളരെ നല്ല ഭംഗിയാണ്. ഞാൻ അധികവട്ടം ഇങ്ങോട്ട് വന്നിട്ടില്ല. വല്ല PXC എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് മാത്രമാണ് ഈ വഴിയൊക്കെ വന്ന് പോവുക. അല്ലാതെ ഞാനിങ്ങോട്ടൊരു യാത്രയ്ക്കായിട്ട് അധികം വന്നിട്ടില്ല. എൻ്റെ കൂടെ വരുന്ന എൻ്റെ കസിൻസ് പറഞ്ഞത് ഈ കാണുന്ന മഞ്ഞൊന്നും അല്ല, ഇതിൽ നല്ല രീതിയിൽ കോട ഇറങ്ങാറുണ്ട്. ആ സമയത്ത് നമുക്ക് അടുത്തുള്ള വണ്ടി പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ഇറങ്ങാറുണ്ടെന്നാണ് അവന്മാർ പറഞ്ഞത്. എൻ്റെ നാടിൻ്റെ തൊട്ടടുത്താണ് ഉള്ളതെങ്കിൽ തന്നെ ഒത്തിരി കാലം കൂടെയാണ് ഈ വഴിയൊക്കെ ഞാനിപ്പോൾ പോകുന്നത്. ആക്ച്വലി ഈ വീഡിയോ മൊത്തം മ്യൂട്ട് ചെയ്യാൻ കാരണം ഞങ്ങൾ ഈ വണ്ടിക്കകത്തിരുന്നുണ്ടാക്കുന്ന ഒച്ചയും ബഹളവും ഒക്കെ വളരെയധികം ആയതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ തീരുമാനിച്ചത്. അതിനുശേഷം ജിജോപ്പൻ്റെ കുറേ ഷോയ്ക്കായിരുന്നു. മഞ്ഞൊക്കെ കണ്ടപ്പോൾ എസ്തെറ്റിക് ആകാൻ വേണ്ടി ജിജോപ്പൻ കൈയൊക്കെ പുറത്തിട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൈയൊക്കെ പുറത്തേക്ക് ഇട്ട് കഴിയുമ്പോൾ നല്ല തണുപ്പാണ്. ശരിക്കും പറഞ്ഞാൽ വണ്ടി നമ്മൾ AC-യിലിട്ട് പോകേണ്ട കാര്യമേ ഇല്ല. ഈ വഴി പോകുമ്പോൾ 2 വശവും ചില്ല് തുറന്നിട്ട് പുറത്തേക്കൊക്കെ നോക്കിയിരിക്കാൻ നല്ല സുഖമാണ്. ആക്ച്വലി വൈകുന്നേരം ഒരു 4 മണി സമയത്ത് ഒരു 5 മണി സമയത്തൊക്കെ ഇങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിൽ, അത് ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ പറ്റും. ആ ഒരു സമയത്താണ് ഏറ്റവും ബെസ്റ്റ്. ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പുനെല്ലിക്കൊക്കെ പോകുന്ന സമയത്ത് വളരെ ചൂടായിരിക്കും. ഈ ഒരു പ്ലേസ് ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ വണ്ടിയൊക്കെ നിർത്തി ഇറങ്ങിയൊക്കെ അവിടെ നിന്ന് കാണാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഒരു ബെസ്റ്റ് ഡിസിഷൻ ആണ് ഞങ്ങൾ കുളമാവി പോകാനെടുത്തതെന്ന് തോന്നിയത് ഈ ഒരു പ്ലേസ് കണ്ടപ്പോഴാണ്. 2 വശവും കോട, ഇവിടെ ഒരു ചെറിയൊരു പാലം പോലെയൊക്കെ പണിതിട്ടൊക്കെ ഉണ്ട്. ആക്ച്വലി ഇവിടെ വന്ന് കുറച്ച് നേരം നിന്ന് മൈൻഡ് ഭയങ്കര സമാധാനം കിട്ടുന്ന പോലെ. ഒറ്റയ്ക്കൊക്കെ നിൽക്കാൻ പേടിയായിരിക്കും. ഇരുട്ടൊക്കെ ആകുമ്പോൾ എനിക്കാണെങ്കിലും ഒരു പേടി വരും. പക്ഷെ ഈ ഒരു സമയത്ത് നമ്മൾ കൂട്ടുകാരൊക്കെ ഒരുമിച്ച് അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ ഒരുമിച്ച് നമ്മളിങ്ങനെ ഒരു സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ മൈൻഡ് ഭയങ്കരമായിട്ട് റീഫ്രഷ് ആവുന്ന പോലെ തോന്നും. അപ്പം എൻ്റെ വീഡിയോസൊക്കെ കുറച്ച് എടുത്തു എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിലാണ് വെച്ച്. മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ എല്ലാം എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി എനിക്ക് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതെല്ലാം എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്തത്. ഇത് iQൻ്റെ ഒരു ഫോണാണ്. കറക്റ്റ് എനിക്കിതിൻ്റെ ഇതൊന്നും അറിയില്ല. അപ്പം ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ബ്യൂട്ടി കാണിക്കാൻ പറ്റും. കുറച്ചുകൂടെ മുകളിൽ കയറി പോയപ്പോൾ സൈഡിലെ മലകളൊന്നും കാണുന്നില്ല. കാരണം മൊത്തം കോട ഇറങ്ങി. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ഇതൊരു എക്സാം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ഈ വഴിയിൽ ആൾക്കാരുള്ളത്. പിന്നെ ഞങ്ങൾ ഡാമിൻ്റെ സൈഡിലേക്ക് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല. കാരണം അവിടെ സേഫ്റ്റി സെക്യൂരിറ്റി പർപ്പസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ വീഡിയോ ഒന്നും അലൗഡ് അല്ല.
വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും തന്നെ ഡാമിൽ അലൗഡല്ല. അപ്പം നമ്മൾ കാണാൻ ടൂറിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അവിടെ ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വരുന്നവരൊക്കെ ആണെങ്കിൽ പരമാവധി അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കും. പിന്നെ ഞങ്ങൾ ഡാമിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കോഫി ഷോപ്പ് ഉണ്ട്, അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഡാമിൻ്റെ സൈഡിലേക്കൊക്കെ ഡാമിൽ മഴക്കാലം തുടങ്ങിയത് കൊണ്ട് തന്നെ ഡാമിലധികം വെള്ളമൊന്നുമില്ല. ഇവിടെ ആണ് ചായ കുടിക്കാൻ ബെസ്റ്റ് സ്പോട്ട്. അതിന് മുന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ ഇവിടുത്തെ ചായക്കട അടച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇത്തവണ അടിപൊളിയായിരുന്നു, ചായയൊക്കെ കുടിച്ചു. അവിടെ ആകെ പരിപ്പുവട മാത്രം ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ പരിപ്പുവട ഒന്നും കഴിച്ചില്ല, ചായ മാത്രം കുടിച്ചിട്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒത്തിരി ഇരുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് അവിടെ നിന്ന് പിന്നെ തിരിച്ചിറങ്ങി. ഇവിടെ വന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ കോടയെല്ലാം പോയി, കോടയെല്ലാം പോയി. ഇവിടെ നമുക്ക് നന്നായിട്ട് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. ഈ ഒരു സൈഡിൽ വീഡിയോഗ്രാഫി എടുക്കുന്നതിന് പ്രശ്നമില്ല കേട്ടോ. ഈ ഒരു ചായ കുടിക്കുന്ന ഈ സ്പോട്ട് നമുക്ക് ഡാമിൻ്റെ ആ ഒരു മെയിൻ ബ്രിഡ്ജൊക്കെ വരുന്ന സ്ഥലത്ത് ഒന്നും വീഡിയോ എടുക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഒരു 5 മിനിറ്റോടെ കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി.